വിജയണ്ണനെ കുറിച്ച് ഒന്നും പറയാനില്ല. വിജയണ്ണനൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ട് 6-7 വർഷമായിട്ട് മുടി വളർത്തിയത്. വിജയണ്ണൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കണമെന്നാണ്. ഇപ്പോൾ വലിയ വലിയ പടങ്ങളിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, വലിയ വലിയ പടത്തിൽ. അപ്പോൾ വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്ന് മുട്ടായി കൊടുക്കേണ്ട, കേക്ക് മുറിയുണ്ട്, ഇന്ന് അടിപൊളിയാക്കും. പിന്നെ എന്നെ കമൻറ്റിൽ പറയണവർ ഞാൻ എല്ലാ പണിക്കും പോയിട്ടാണ്, പിന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇത് ഡയറക്ടർ മലയാളത്തിലും തമിഴ് സംവിധായകന്മാരും നടീനടന്മാരും പിന്നെ തമിഴിലുള്ളവരാണ് കാണുമ്പോൾ എന്നെക്കൊണ്ടൊരു വിഷമം വേണ്ട. എനിക്ക് തമിഴും മലയാളം മാത്രം അറിയുള്ളൂ, മറ്റുള്ള ഭാഷയിൽ അഭിനയിക്കണമെന്നുണ്ട്. ഇത് കാണുന്ന ആരെങ്കിലും എന്നെക്കൊണ്ട് വിഷമം വേണ്ട. വിജയകാന്തിൻ്റെ ഒരു ഇതുപോലെ ഇതുണ്ട്. അതും മൊത്തത്തിൽ എനിക്ക് ആക്ച്വലി കയ്യിൽ നിന്ന് പോയി, എനിക്ക് വർക്കായില്ല. ഡബിൾ റോളാണെങ്കിലും നന്നായി പെർഫോം ചെയ്തു, ആവശ്യമില്ലാതെ കൂടുതലും പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. പിന്നെ തല ഫാൻസിന് ആഘോഷിക്കാൻ പറ്റുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കുറേ സീൻസ് ഉണ്ട്. ധോണി അവർക്കൊക്കെ വേണ്ടിയുള്ള തല ധോണി വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാ ഫാൻസിനും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആണോ പടം? അത് 2-3 ക്യാമിയോസ് ഒക്കെ ഉണ്ട്. അതായത് പടം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ അറിയില്ല, എനിക്കൊട്ടും വർക്കൗട്ട് ആയില്ല. മൊത്തം കയ്യിൽ പോയി, റേറ്റിംഗ് ഒന്നും കൊടുക്കാനില്ലടേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം നല്ല ചെറിയ ലീഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എല്ലാ വിജയ് ഫാൻസിനും. നന്നായിട്ടുണ്ടോ? നല്ലതാ. താങ്ക് യു. ഡി ഏജിങ്ങിൽ എനിക്ക് തോന്നുന്നു ചില സീൻസിൽ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ചില സീൻസിൽ വട്ടർ ബോറായിരുന്നു. അത് നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വിജയുടെ ആയിട്ടുള്ള വേ ഓഫ് സ്റ്റൈലും പാസും ഒക്കെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. പിന്നെ ഇതിൽ എനിക്ക് വലിയ കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയില്ല. ഡി ഏജ്ഡ് മറ്റേ ഏജ്ഡ് പഴയ വിജയനെ കാണിച്ചതിൽ പ്രശ്നമായിട്ട് തോന്നിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സ് എല്ലാം ഉണ്ട്. പ്രഭുദേവയുണ്ട്, സ്നേഹയുണ്ട്, പിന്നെ ഒരു ഐറ്റം ഡാൻസിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ആക്ട്രസ് വരുന്നുണ്ട്. പിന്നെ ഒരു തമിഴിലെ മെയിൻ ഹീറോ ക്ലൈമാക്സിലുണ്ട്. അപ്പം അങ്ങനെ കുറേ ട്വിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതേതാ ചാനല്? ലുട്ടാക്കോ? ലുട്ടോക്ക്. പടം ആവറേജ് ഉള്ളത് പറഞ്ഞത്. ഇനി 2 പടം കൂടി ഉണ്ടല്ലോ, അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ സ്ക്രിപ്റ്റ് എടുക്കായിരുന്നു എന്ന് തോന്നി. പാട്ടുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു സന്ദർഭമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ട് പോലെ എനിക്ക് തോന്നിയത്. അത്രേ എനിക്ക് തോന്നിയുള്ളൂ. എന്തായാലും വിചാരിച്ച അത്രയും വന്നിട്ടില്ല, അങ്ങനെയൊന്നും പറയാൻ. പിന്നെ BGM ഒക്കെ നല്ല കിട്ടില്ലെന്നാണല്ലോ, അതൊരു നല്ല തിയേറ്ററിലേക്കാണെങ്കിൽ കിട്ടില്ലായിട്ട് കിട്ടും. എന്തായാലും കൊള്ളാം. കിടലം പടം ഞങ്ങൾക്ക് സൂപ്പർ സത്യം പറയണമെന്നാണോ പറയണം? എഡിറ്റ് ചെയ്താ സത്യം പറഞ്ഞ പടം പോരാ. ഒന്നിനും കൊള്ളൂല. എന്ന് വെച്ചാൽ കൊള്ളൂന്നല്ല, വിജയുടെ എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ഇതുവരെ കണ്ട് വീണ്ടും ഇത് തന്നെ ഇങ്ങനെ കുത്തിക്കയറ്റി നമുക്ക് 4 കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. തൊഴിൽ വന്നാലും മതിയായിരുന്നു. അടിപൊളി പടമാണ്. ഞാൻ സൂര്യ ഫാനാണ്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ആവറേജ്. സൂപ്പർ പടം. അടിപൊളി. ഉറങ്ങിപ്പണിയിട്ടുള്ളൂ. ധോണി അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. അജീഷ് പറയണ അജീഷ് പറഞ്ഞായിരുന്നു
ഗോട്ട് സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം പറഞ്ഞാൽ കൊടുത്ത ഹൈപ്പ് അനുസരിച്ചുള്ള പടമില്ല. കൊടുത്ത ഹൈപ്പ് എന്ന് പറഞ്ഞാൽ 1000 കോടി അടിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈപ്പ് ഉണ്ടായി. പക്ഷെ അതിനുള്ളൊരു ലെവല് പടം എനിക്ക് തോന്നിയില്ല. BGM ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BGMന്റെ ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ അത് ശരിക്കും കിട്ടും. പിന്നെ പടത്തിലെ ഒരു മെയിനായിട്ടൊരു 3 പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ ഒരാവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് കുത്തിക്കയറ്റിക്കണ പോലെ എനിക്ക് തോന്നിയത്. കാരണം സന്ദർഭമായിട്ട് ഒട്ടും യോജിക്കാത്ത പാട്ടുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും പെർഫോമൻസ് വിജയൊക്കെ നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് മാത്രമല്ല, അതിൽ ബാക്കി വന്നേക്കണ എല്ലാ ക്യാരക്ടേഴ്സും